മറ്റൊരു ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഐലൻഡിലാണ് നമ്മുടെ കഥാനായകനായ സോണിക് താമസിക്കുന്നത്. ലോങ് ക്ലോ എന്ന ജയന്റ് ആയിട്ടുള്ള ഈ മൂങ്ങയാണ് ചെറുപ്പം മുതലേ സോണിക്കിനെ വളർത്തിയത്. പുള്ളിക്കാരി സോണിക്കിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീ ഒരിക്കലും നീ ആരാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കരുത്. നിന്റെ ശക്തി എന്താണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ അവര് നിന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. അതേപോലെ നിന്റെ ശക്തി കൈക്കലാക്കാനും ഒരുപാട് പേരുണ്ടാവും. എന്നാൽ കുട്ടി സോണിക്ക് അത് കാര്യമാക്കാറില്ല. വളരെ വേഗത്തിൽ ഓടാൻ സാധിക്കുന്ന സോണിക്കിന് ഈ ഐലൻഡ് മുഴുവനും വെറും 2 സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കാനേ സാധിക്കും. അതുകൊണ്ട് തന്നെ താൻ ഓടി പോകുന്നത് മറ്റുള്ളവർ ആരും കാണത്തില്ല. എന്നാൽ എക്കിഡിന എന്ന വില്ലന്മാരുടെ ട്രൈബിന് ഇതറിയാം. അവര് സോണിക്കിനെ അറ്റാക്ക് ചെയ്ത് അവന്റെ ശക്തി കൈക്കലാക്കാൻ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സോണിക് തന്റെ ശക്തി ഉപയോഗിച്ച് വളരെ വേഗത്തിൽ വീട്ടിൽ എത്തുകയാണ്. തക്ക സമയം നോക്കി എക്കിഡിന ട്രൈബ് അവിടെ എത്തുകയും അവർ അറ്റാക്ക് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ അറ്റാക്കിൽ നിന്ന് സോണിക്കിനെ ലോങ് ക്ലോ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. പുള്ളിക്കാരി സോണിക്കിനെ പിടിച്ച് ദൂരേക്ക് പറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അപ്പോൾ എക്കിഡിന ട്രൈബിന്റെ അമ്പ് ലോങ് ക്ലോന്റെ ദേഹത്ത് കുത്തിക്കയറി. അതായത് ഇനി പുള്ളിക്കാരിക്ക് പറക്കാൻ സാധിക്കില്ല. ഇനി ഈ ഐലൻഡിൽ സോണിക് സേഫ് അല്ല എന്ന് ലോങ് ക്ലോക്ക് മനസ്സിലായി. പുള്ളിക്കാരി തന്റെ കൈവശമുള്ള മാജിക് റിംഗ് ഉപയോഗിച്ച് ഭൂമിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഭൂമി എന്ന ഈ ഗ്രഹത്തിൽ നീ സേഫ് ആയിരിക്കും. എന്നാൽ അവിടെയുള്ള മനുഷ്യർ ഒരിക്കലും നിന്നെ കാണാൻ പാടില്ല. അങ്ങനെ കണ്ടാൽ നിന്നെ പിടിക്കാനും നിന്നെ ഇല്ലാതെയാക്കാനും ഒരുപാട് പേര് നിന്റെ പിന്നാലെ ഉണ്ടാവും. അതുകൊണ്ട് ഭൂമിയിൽ നീ ഒളിച്ചു വേണം താമസിക്കാൻ. സോണിക്കിനോട് ഓടി രക്ഷപ്പെടാൻ ലോങ് ക്ലോ ആവശ്യപ്പെട്ടു. അതേപോലെ മാജിക് റിംഗ്സ് ഉള്ള ബാഗ് നൽകിയിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് ഉപയോഗിച്ചാൽ മതി എന്നും പറയുന്നുണ്ട്. അങ്ങനെ സോണിക് ഭൂമിയിലെത്തി ഓടി പോകുമ്പോൾ കാണുന്നത് ലോങ് ക്ലോനെ അറ്റാക്ക് ചെയ്യാനായി വരുന്ന എക്കിഡിന ട്രൈബ്സിനെയാണ്. അപ്പോൾ സോണിക് പെട്ടെന്ന് പുള്ളിക്കാരിയെ രക്ഷിക്കാൻ പിന്നോട്ടേക്ക് ഓടിയെങ്കിലും അപ്പോഴേക്കും ആ മാജിക് റിംഗ് ക്ലോസ് ആയി. അതായത് ഇപ്പോൾ നമ്മുടെ കുട്ടി സോണിക് ഭൂമിയിലെത്തി. ഇനി നമ്മൾ കാണുന്നത് 10 വർഷത്തിന് ശേഷമുള്ള കഥയാണ്. മൊണ്ടാന